powered by Josco Jewelers. ഒരാളുടെ യോഗ്യതയാണ് അയാളുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളുടെയും വിജയം. ജനറൽ നോളജ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് 1 കോടി രൂപ നേടാൻ നിങ്ങൾ തികച്ചും യോഗ്യരാണ്. ഇവിടെ യോഗ്യതയാണ് നിങ്ങളുടെ വിജയം. ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ ഇന്ന് ഏത് മത്സരാർത്ഥികളാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. They are Linz and Hansel from വെണ്ണിക്കുളം തിരുവല്ല. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. Hello. How are you? I'm fine. സുഖായിരിക്കുന്നോ രണ്ടുപേരും? ഹസ്ബൻഡ് വൈഫ് അല്ലേ? അതെ. വെണ്ണിക്കുളത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? വെണ്ണിക്കുളത്ത് നല്ല മഴയാണ് ഇപ്പോ. നല്ല ചൂട് കഴിഞ്ഞിട്ടല്ലേ നല്ല മഴ തുടങ്ങിയത്? അതെ അതെ അതെ. മക്കളുണ്ടോ? രണ്ടുപേരുണ്ട്. അപ്പൊ നമ്മുടെ ഷോ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. ആരാ SMS ആദ്യം അയച്ചത്? ഹൻസൽ. ആ ചേച്ചിയാണ്. ഓക്കെ, എന്തായിരുന്നു ചേച്ചിയുടെ ഒരു മോട്ടിവേഷൻ ഈ ഷോയിലോട്ട് വരാൻ? ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അറിയാവുന്ന ആൻസർ വന്നു കഴിഞ്ഞപ്പോൾ ത്രില്ലിംഗ് ആയിട്ട് തോന്നി. അതാ പിന്നെ പോയി പങ്കെടുക്കാമല്ലോ. വീട്ടിലിരുന്നോട്ട് കാണുമ്പോഴാണ് ഈസി ആയിട്ട് തോന്നുക. ഇവിടെയും അതുപോലെ തോന്നുവോ? യെസ്, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ആ 60 സെക്കൻഡ്സിൽ നിങ്ങൾ ആൻസർ പറയാറുണ്ടോ? തീർച്ചയായിട്ടും. വീട്ടിലിരിക്കുന്നുണ്ടെ എല്ലാം പറ്റാറില്ല, പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് ആ ഒരു ലെവൽ നമുക്ക് കൂടാറുണ്ട്. ഓക്കെ, രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ് ചെയ്യുന്നു. ഞാൻ ഹാർഡ്വെയർ സിമെന്റിന്റെ ഹോൾസെയിൽ ഹാർഡ്വെയർ ബിസിനസ് ആണ് ചെയ്യുന്നത്. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാണ്. ഓക്കെ, വെണ്ണിക്കുളത്ത് തന്നെയാണോ? ഇരുവിപേരൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. +1 +2 ഹയർ സെക്കൻഡറി. +2 സബ്ജക്ട് ഏതാണ്? കോമേഴ്സ് ആണ്. ഓ വാവ്. അപ്പോ 1 കോടിയിലോട്ടുള്ള ഇൻക്ലിനേഷൻ എനിക്ക് ഇപ്പോൾ അവിടെ തന്നെ കാണുന്നുണ്ട് എന്താണെന്ന്. ഓക്കെ, സോ ദൈവം കൂടെ സഹായിക്കട്ടെ. യെസ്, ഡെഫിനറ്റ്ലി. എല്ലാ നമ്മുടെ ഗെയിം ഷോ കാണുന്നതുകൊണ്ട് യു നോ എവറിത്തിങ്. ഐ ഡോണ്ട് നീഡ് ടു ഇൻട്രൊഡ്യൂസ് എനിത്തിങ് ടു യു. ഈ 1 കോടി രൂപയുമായിട്ടുള്ള സ്വപ്നം എന്താണ് നിങ്ങൾ രണ്ടുപേരുടെയും? മക്കളെന്തെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? ഉണ്ട്. 1 കോടിയും കൊണ്ടേ വരാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പടിക്ക് പുറത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ ഇപ്പോഴത്തെ മക്കളുടെ? സ്മാർട്ട് അല്ലേ? മക്കള് വലിയ മക്കളാണോ ചെറിയ? ഒരാള് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് LKG. നല്ല 3 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് ഈ 1 കോടി രൂപ മക്കൾ കാണിച്ചു കൊടുക്കൂ, നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞോളൂ. Our prize money is sponsored by Dhatri. ഇനി ഈ 1 കോടി രൂപ സ്വന്തം ആണ്, വീട്ടിലേക്ക് കൊണ്ടുപോണ്ടേ? തീർച്ചയായിട്ടും. എന്റെ 7 ചോദ്യങ്ങൾ മാത്രം നേരിടണം. ഓരോ ചോദ്യങ്ങൾക്കും മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ട്. ശരിയായ ഉത്തരത്തിന്റെ മുകളിൽ വെക്കുന്ന തുക അടുത്ത ചോദ്യത്തിലേക്ക്, തെറ്റായ ഉത്തരത്തിന്റെ മുകളിലുള്ളത് ഡ്രോപ്പ്. സോ ബിഫോർ വി ബിഗിൻ ഗെയിം പൊസിഷൻ ഇതാണ്. വെറും 7 ചോദ്യങ്ങൾ മാത്രം, 1 കോടി രൂപ. അപ്രോച്ച് ദ ഗെയിം വെരി കെയർഫുള്ളി. സോ നമുക്ക് ആരംഭിക്കാം. Shall we start? Yes, we are ready. Okay. All the best. Let us play. Vival Kayil 1 കോടി. Are you ready? ഓരോ ചോദ്യങ്ങൾക്കും 2 categories. നിങ്ങൾക്ക് കാറ്റഗറി ചൂസ് ചെയ്യാം. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ. Okay, categories for the first question are novel, sports. എന്താ വേണ്ടേ? നോവൽ വേണം, സ്പോർട്സ് വേണം? സ്പോർട്സ് എടുത്തല്ല. കോൺഫിഡന്റ് ആണെങ്കിൽ സ്പോർട്സ് എടുക്കാം. ഓക്കേ, സ്പോർട്സ്. Okay, sports ആണ് chosen category. Answer options നോക്കാം. 8, 12, 16, 14. ചോദ്യം: ചെസ് ബോർഡിൽ എത്ര കാലാൾ കരുക്കൾ ആണ് ഉള്ളത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് 8, 12, 16, 14. ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. സമയം ആരംഭിച്ചിരിക്കുന്നു. 16 വെച്ച് തുടങ്ങിക്കോളൂ. 12 14 കൂടെ വെക്കാം. 50 seconds remaining. എട്ടിലൂടെ 30 seconds. മതി. എട്ടിൽ കുറച്ചുകൂടെ 20 seconds ഉണ്ട്. മതി. 8 14 ആണോ? 9, 8, 7, 5, 4, 3,
ആൻസർ ഓപ്ഷനിൽ 36 ലക്ഷം, 12-ൽ 44 ലക്ഷം, 16-ൽ 20 ലക്ഷം, 14-ൽ ഒന്നുമില്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. ഇപ്പൊ വേണ്ട. ഓക്കെ, അറിയുന്ന ചോദ്യമാണോ ഇത്? അറിയാമായിരുന്നു, പക്ഷേ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അത് തന്നെ ഈ സ്റ്റേജ് ഫിയർ. സ്റ്റേജ് ഫിയർ, യെസ്, ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ്. ബിക്കോസ് ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. 12 എന്ന ആൻസർ ഓപ്ഷനിൽ 44 ലക്ഷം ഉണ്ട്. അത് ശരിയായ ഉത്തരം ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 44 lakhs വെച്ചത്. യു ഹാഡ് എക്സ്ട്രാ കുറച്ച് സെക്കൻഡ്സ് ഉണ്ടായിരുന്നു അല്ലേ ആലോചിക്കാൻ. ആദ്യത്തെ ചോദ്യമല്ലേ ഇത്? സോ ഷാൽ വി പ്രൊസീഡ് ക്വിക്ക്ലി? ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ചെസ് കളിക്കാറുണ്ടോ? ഉണ്ട്. ചേച്ചി കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഒത്തിരി കാലമായി. ഒത്തിരി കാലമായി. ഓൾറൈറ്റ്, ചെസ് ബോർഡിൽ എത്ര കാലാൾ കരുക്കൾ ആണ് ഉള്ളത് എന്നാണ് ചോദ്യം. 8 എന്ന ആൻസർ ഓപ്ഷനിൽ 36 ലക്ഷം, 12 എന്ന ആൻസർ ഓപ്ഷനിൽ 44 lakhs, 16 എന്ന ആൻസർ ഓപ്ഷനിൽ 20 ലക്ഷം, 14-ൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ. ടോപ്പ് ഓർ ഡ്രോപ്പ്? അയ്യോ, 80 lakhs gone. 14 എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. അത് ഒട്ടും ഒരു ശരിയായ ഉത്തരമായിട്ട് തോന്നിയിരുന്നില്ലേ? ആൻസർ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഉള്ള ഡൗട്ടാണ്. ഓക്കെ, നോക്കാം. 16 എന്ന ആൻസർ ഓപ്ഷനിൽ 20 ലക്ഷം, 14-ൽ ഒന്നും ഇല്ല. It's either 20 lakhs or nothing for Linz and Hansel. Top or drop? ഞാൻ പറഞ്ഞ ആൻസർ 16 ആയിരുന്നു. പേടിച്ചോയല്ലേ? 20 lakhs is safe. ഞാൻ ആൻസർ ഫസ്റ്റ് പറഞ്ഞത് 16 ആയിരുന്നു, പക്ഷേ എമൗണ്ട് സ്പ്രെഡ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചത് കുറഞ്ഞു പോയി. ചെസ് ബോർഡിൽ 8 കറുത്ത കാലാൽ കരുക്കളും 8 വെളുത്ത കാലാൽ കരുക്കളാണ് ഉള്ളത്. സോ ഇൻ ടോട്ടൽ 16 is the right answer. മാത്സിൽ ചേച്ചി സ്ട്രോങ് ആണോ? കോമേഴ്സ് പഠിക്കുന്ന കാലത്ത് മാത്സ് ഇഷ്ടമായിരുന്നു. സോ 11th and 12th നിങ്ങൾ കോമേഴ്സ് ആയിരുന്നോ പഠിച്ചിരുന്നത്? നിങ്ങൾ അല്ലല്ല, ഞാൻ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് വന്നപ്പോഴാണ്. എന്താണ് ഡിഗ്രിക്ക് ചെയ്തത്? ഡിഗ്രിക്കാണ് ഞാൻ കൊമേഴ്സ് ബികോം എടുക്കാനുള്ള ബികോം എടുത്തത്. നമ്മുടെ പ്രേക്ഷകർക്കായി ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ അരവിന്ദൻ, ഓപ്ഷൻ ബി ജയരാജ്, ഓപ്ഷൻ സി അടൂർ ആൻഡ് ഓപ്ഷൻ ഡി ഷാജി ആൻഡ് കരുൺ. ചോദ്യത്തിന് സമയമായിട്ടില്ല. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഗെയിം. പൊസിഷൻ നോക്കാം നമുക്ക്. ആഫ്റ്റർ ക്വസ്റ്റ്യൻ നമ്പർ 1, രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത്. 80 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, പക്ഷേ 20 ലക്ഷം രൂപ ഇപ്പോഴും കയ്യിലുണ്ട്. ഒട്ടും മോശമായ തുകയല്ല അത്. ഹോൾഡ് ഓൺ ടു ഇറ്റ് വെരി ടൈറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. രാജ്യങ്ങൾ കോടതി. കോടതിയാണ്. ഓക്കെ, കോടതി. ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ ആന്ത്യോത്ത്, കവരത്തി, അമിനി, മിനിക്കോയ്. ചോദ്യം: ലക്ഷദ്വീപിലെ ഏക ജില്ലാ കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ആന്ത്യോത്ത്, കവരത്തി, അമിനി, മിനിക്കോയ്. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. കവരത്തി കൂടുതലാണ്. 5 ബണ്ടിൽ ഇവിടെ വരാം. ഇങ്ങനെ വേണ്ട, ഫുള്ള് വെച്ചിട്ട് 50 seconds ഉണ്ട്. മിനിക്കോയിൽ 40 seconds ഉണ്ട്. Don't worry. 30 seconds. ആലോചിച്ചോളൂ, അറിയില്ലെങ്കിൽ. 20 seconds.
അന്ത്യത്തിലോട്ട് രണ്ടുകൂടെ എടുത്ത് വെക്കട്ടെ, ഒന്നുകൂടെ വെക്കട്ടെ. 10, 9, 8, 7. ആന്ത്യോത്തിൽ 2 ലക്ഷം, കവരത്തിയിൽ 14 ലക്ഷം, അമിനിയിൽ ഒന്നുമില്ല, മിനിക്കോയ് 4 ലക്ഷം. ക്വിക്ക് ചേഞ്ച് വേണമോ വേണ്ടയോ? വേണ്ട. വേണ്ട, ക്വിക്ക് ചേഞ്ച് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് യു ഹാഡ് സോ മച്ച് ഓഫ് ടൈം അല്ലേ? ഇൻ ദ ഫസ്റ്റ് 20 seconds യു മേഡ് യുവർ മൂവ്. കവരത്തി എന്ന ആൻസർ ഓപ്ഷനിൽ ആർ യു കോൺഫിഡന്റ്? യെസ്. നേരത്തെ അതന്നെയാ പറഞ്ഞത്, ഓർമ്മയില്ലേ? ഏതാണ്ട് കോൺഫിഡന്റ് ആണ്. കാരണം മിനിക്കോയിൽ 4 ലക്ഷം വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? ഷുവർ ആണെങ്കിൽ ഷുവർ അല്ല. ആന്ത്യോത്തിൽ 2 ലക്ഷം ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ തുകയായിട്ട് യു ഷുഡ് പ്രൊസീഡ്. എന്നാലേ യു വിൽ ഹാവ് മണി ടുവേർഡ്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. ആന്ത്യോത്തിൽ 2 ലക്ഷം, കവരത്തിയിൽ 14 ലക്ഷം, അമിനിയിൽ ഒന്നുമില്ല, മിനിക്കോയ് 4 ലക്ഷം രൂപ. 14 ലക്ഷം രൂപയുമായി മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങളുടെ വിധി എന്താണ് നോക്കാം. Let's have a look. Top or drop? എന്ത് ഡ്രോപ്പ് ആയിരുന്നു അത്? ഒരു കൺഫ്യൂസിംഗ് ഡ്രോപ്പ് ആണല്ലോ. 2 ലക്ഷം നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ക്വസ്റ്റ്യനോടെ മുന്നോട്ട് നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് എന്തായാലും പോകും എന്നുറപ്പായി. ബട്ട് വെദർ ഇറ്റ് ഇസ് വിത്ത് 14 lakhs or 4 lakhs, ആൻഡ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 10 ലക്ഷത്തിന്റെ. കവരത്തിയിൽ 14 ലക്ഷം, മിനിക്കോയ് 4 lakhs. ടോപ്പ് ഓർ ഡ്രോപ്പ്? അടുത്ത ചോദ്യത്തിലേക്ക്. ഒന്നുകിൽ 14 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം. ബട്ട് ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? കയ്യിൽ 1 കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവല്ലേഴ്സ്. ബ്രേക്കിന് മുമ്പേ ലിൻസിനോടും ഹൻസലിനോടും രണ്ടാമത്തെ ചോദ്യമായി ചോദിച്ച ചോദ്യം ഇതാണ്. ലക്ഷദ്വീപിലെ ഏക ജില്ലാ കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. 2 ആൻസർ ഓപ്ഷൻസ് ഓൾറെഡി ഡ്രോപ്പ്. ആന്ത്യോത്തിൽ 2 ലക്ഷം വെച്ചിരിക്കുന്നു ആൻഡ് അമിനി എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ലായിരുന്നു. അത് രണ്ടും ഡ്രോപ്പ് ആയിരിക്കുന്നു. ഇപ്പോഴുള്ളത് കവരത്തിയിൽ 14 ലക്ഷവും മിനിക്കോയിൽ 4 ലക്ഷവുമാണ്. They are definitely going to face the next question. പക്ഷേ with which amount? Let's see. Please come forward. Top or drop? നിങ്ങളുടെ ഗസ് കറക്റ്റ് ആയിരുന്നു. എനിക്കറിയാം ലക്ഷദ്വീപ് ഒരു ചെറിയ ഇതാണ്. അവിടെ റേഡിയോ സ്റ്റേഷനിലുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ യു ജസ്റ്റ് ടുക്ക് എ വൈൽഡ് ഗസ്. ജില്ലയും അറിയത്തില്ല, ജില്ലാ കോടതിയും അറിയത്തില്ല. പക്ഷെ ആദ്യത്തെ ഡ്രോപ്പ് കഴിഞ്ഞപ്പോ പകുതി സമാധാനായി അല്ലേ? അടുത്ത പക്ഷെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് ലിൻസിനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ലൈഫ് പാർട്ട്ണർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഹൻസൽ ഒരു ടീച്ചറാണ്. നിങ്ങൾ ഈ പ്രൊഫഷൻ എങ്ങനെയാ ചൂസ് ചെയ്തത്? ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഈ സിമെന്റ് ബിസിനസ്. നിങ്ങൾ സിമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൊമേഴ്സ് ആണ് സബ്ജക്ട്. കൊമേഴ്സ് ആണ് സബ്ജക്ട്. എങ്ങനെയാ രണ്ടുപേരും കണ്ടുമുട്ടിയത്? പഠിക്കുമ്പോഴായിരുന്നോ? കണ്ടുമുട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത 2 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും. ഞാൻ കോഴിക്കോടാണ് ജനിച്ചതും വളർന്നതും.
ലിൻസൺ മാത്രമേ ഉള്ളൂ തിരുവല്ല വെണ്ണിക്കുളത്ത്. ആദ്യമായിട്ട് പരസ്പരം കണ്ട് സംസാരിക്കുമ്പോൾ കോമേഴ്സ് ഒരു കോമൺ ഒരു ടോപ്പിക് ആദ്യമായിട്ട് ആയിരുന്നു. പരസ്പരം കണ്ട് സംസാരിച്ച സമയത്ത് ഞാൻ B.Ed പഠിക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് പെണ്ണ് കാണാൻ വരുന്നത്. എനിക്ക് ഒട്ടും സമയമില്ലാത്തൊരു സമയമായിരുന്നു. പെണ്ണ് കാണാൻ വന്നു. ഞാൻ പിന്നെ കോളേജിലോട്ടും പോയി, ലിൻസൺ ബിസിനസ് ചെയ്യാനും പോയി. പിന്നെ വീട്ടുകാരങ്ങ് തീരുമാനിക്കുകയായിരുന്നു. ഓൾറൈറ്റ്, സോ ഗെയിം പൊസിഷൻ നോക്കാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. 14 ലക്ഷം രൂപയാണ് ഇപ്പൊ കയ്യിലുള്ളത്. വീണ്ടും രണ്ടാമത്തെ ചോദ്യത്തിൽ കുറച്ച് തുക നഷ്ടപ്പെട്ടു, 6 ലക്ഷം നഷ്ടപ്പെട്ടു. ടൈറ്റ് ആയി വരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് ദ കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3. സംഗീതം, സംസ്ഥാനങ്ങൾ. ഇതിനെപ്പറ്റി അറിയാമോ എന്തെങ്കിലും? സംഗീതത്തെ പറ്റിയോ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. സംസ്ഥാനങ്ങൾ തന്നെ. സംസ്ഥാനങ്ങളാണ് ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ പഞ്ചാബ്, മേഘാലയ, മണിപ്പൂർ ആൻഡ് സിക്കിം. ചോദ്യം: വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തെക്കാൾ വലിയ സംസ്ഥാനം. വീണ്ടും ആൻസർ ഓപ്ഷൻസ് പഞ്ചാബ്, മേഘാലയ, മണിപ്പൂർ, സിക്കിം. ആലോചിച്ച് തീരുമാനിക്കൂ. യുവർ ടൈമർ ഹാസ് ബിഗൺ. പഞ്ചാബിലും മണിപ്പൂരിലും കൂടെ സിക്കിം വേണോ? 50 seconds. മേഘാലയയിൽ വെക്കണോ? സിക്കിമിൽ ഒരെണ്ണം വെക്കണോ? പഞ്ചാബ് അല്ലേ? 40 seconds remaining. സിക്കിം ചെറുതാണെന്ന് തോന്നുന്നു. 30 seconds ഉണ്ട്. ഒന്നുകൂടി എടുത്ത് വെക്കണം. മേഘാലയയിലുണ്ട്. പഞ്ചാബ് 5 നദികളുടെ നാടാണ്. അപ്പോൾ അത്രയും വലിപ്പം കാണുമായിരിക്കും. ഇവിടെ നിറഞ്ഞെടുത്ത് പഞ്ചാബിൽ വെച്ചാലും മണിപ്പൂരിൽ നിറഞ്ഞെടുത്ത് ഓപ്ഷനിലല്ലേ പോകണം. ഓപ്ഷനാണ് ഇവിടെ. 10. പഞ്ചാബ് എന്ന ആൻസർ ഓപ്ഷനിൽ 8 ലക്ഷം, മേഘാലയ 2 ലക്ഷം, മണിപ്പൂർ 4 ലക്ഷം, സിക്കിം നത്തിങ്. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ? വേണ്ട. വേണ്ട. മണിപ്പൂരിൽ നിന്ന് ലാസ്റ്റ് സെക്കൻഡിൽ ഒരു 2 ലക്ഷം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയല്ലോ പഞ്ചാബിലോട്ട്. ഒരു പ്രതീക്ഷ പഞ്ചാബിനകത്ത് തന്നെയാണ്. പഞ്ചാബ് 5 നദികളുടെ നാടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും വലുത് ആയിരിക്കും എന്നൊരു പ്രതീക്ഷ. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. നോക്കാം. പഞ്ചാബിൽ 8 ലക്ഷം, മേഘാലയ 2 ലക്ഷം, മണിപ്പൂർ 4 ലക്ഷം, സിക്കിം ഒന്നുമേ